വീണ വിജയന് മാസപ്പടി നൽകിയ CMRL തീരുമാനത്തിൽ KSIDCയുടെ പങ്കും കൂടുതൽ തെളിയുകയാണ്. ബോർഡ് യോഗങ്ങളിലടക്കം പതിവായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് CMRLലെ KSIDCയുടെ നോമിനി. അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിലെ സ്വാധീന ശക്തിയായി മാറാൻ സാധിക്കുമെന്നതും വ്യക്തമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വജനപക്ഷപാതം കാട്ടി സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ധാരാളമാണ് ഇക്കാര്യം. CMRL വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമാണുള്ളതെന്നും തങ്ങളുടെ നോമിനിയായ ഡയറക്ടർ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ലെന്നുമുള്ള KSIDCയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് CMRLലെ വാർഷിക റിപ്പോർട്ട്. ഈ വാർഷിക റിപ്പോർട്ട് സർക്കാരിൻ്റെയും വീണയുടെയും വാദങ്ങളെ പൊളിക്കുന്നതാണ്. KSIDC നോമിനിയായി വെച്ച ഡയറക്ടർ R രവിചന്ദ്രൻ CMRL നിന്ന് 2022-2023 ശമ്പളമായി 9.21 ലക്ഷം രൂപയും സിറ്റിംഗ് ഫീസായി 5 ലക്ഷം രൂപയും കൈപ്പറ്റിയെന്ന വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. ഇദ്ദേഹം ജനറൽ മാനേജർ എന്ന നിലയിൽ KSIDCയിൽ ശമ്പളം കൈപ്പറ്റുമ്പോൾ തന്നെയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. മലയാള മനോരമയാണ് ഇത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. 2018 ഫെബ്രുവരി 1 മുതൽ 2023 ഓഗസ്റ്റ് 2 വരെയാണ് രവിചന്ദ്രൻ CMRL നോമിനി ഡയറക്ടറായിരുന്നത്. 2023 മെയ്യിൽ വിരമിച്ചതിനാൽ പകരം നോമിനി ഡയറക്ടറായി R പ്രശാന്തിനെ KSIDC നിർദ്ദേശിച്ചു. പ്രശാന്തിനെ ഉൾപ്പെടുത്തിയ ഓഗസ്റ്റ് 14 CMRL ബോർഡ് യോഗത്തിൽ രവിചന്ദ്രനെ സ്വതന്ത്ര ഡയറക്ടറാക്കി. CMRLന്റെ താൽപ്പര്യപ്രകാരം 3 വർഷത്തേക്കാണ് നിയമനം. രവിചന്ദ്രന് 2020-2021 4 ലക്ഷവും 2021-2022 5 ലക്ഷവും സിറ്റിംഗ് ഫീസ് നൽകിയിരുന്നു. 2022-2023 സ്വതന്ത്ര ഡയറക്ടർമാർക്കെല്ലാം സിറ്റിംഗ് ഫീസിന് പുറമെ 9.21 ലക്ഷം രൂപ വീതം വാർഷിക ശമ്പളം കൂടി അനുവദിച്ചപ്പോൾ രവിചന്ദ്രനും അതേ നിരക്കിൽ ശമ്പളം നൽകി. KSIDC നോമിനിയായി CMRL എത്തിയവരിൽ വിരമിച്ച ശേഷം സ്വതന്ത്ര ഡയറക്ടർമാരായ AJ പൈ, TP തോമസ് കുട്ടി എന്നിവർക്ക് കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തിനിടെ ശമ്പളവും സിറ്റിംഗ് ഫീസുമായി 36.71 ലക്ഷം വീതം നൽകിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിൻ്റെ പങ്കാളിത്തവും ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷവും CMRL തുടർന്നതുമെല്ലാം കാര്യങ്ങളെ കൂടുതൽ ദുരൂഹതമാക്കുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചേർന്ന എല്ലാ ബോർഡ് യോഗങ്ങളിലും KSIDCയുടെ നോമിനി പങ്കെടുത്തിരുന്നു എന്നതും വാർത്തയിൽ വ്യക്തമാകുന്ന കാര്യമാണ്. ബോർഡിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും ഭാഗമായിരുന്നുവെന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്നു. ഇത് വീണയുടെ കമ്പനിയുമായുള്ള ഇടപാടും മാസപ്പടിയിലേക്കും എന്ന വ്യാഖ്യാനവും വരുമെന്ന് ഉറപ്പാണ്. KSIDC നോമിനികൾ വിരമിച്ച ശേഷം CMRLന്റെ സ്വതന്ത്ര ഡയറക്ടർമാരായതിൻ്റെ വിശദാംശങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് KSIDC നിയോഗിച്ച നോമിനി ഡയറക്ടർ വളരെ പെട്ടെന്ന് സ്ഥാനം ഉപേക്ഷിച്ച സാഹചര്യവും പരിശോധിക്കുന്നുണ്ട്.